ഹായ് ഓൾ, വെൽക്കം ടു CRT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് മഹത്തായ വിചാരണ. 1922 മാർച്ച് 18 ഗാന്ധിജിക്ക് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീനാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് വായിച്ചുതരാം. ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922. സെക്ഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ. പ്രോസിക്യൂട്ടർ സർ JT സ്ട്രോങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ, ബോംബെ. പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി. തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപനെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിന്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാലനവുമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. ഇത് ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ലൂയിസ് ഫിഷറിന്റെ പുസ്തകത്തിൽ നിന്നെടുത്ത വാക്കുകളാണിത്. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് വിശേഷിപ്പിച്ച കേസിൽ പരാമർശിക്കുന്ന പ്രതിയാരാണ്? ഇതാരെക്കുറിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1922 മാർച്ച് 18 മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത് എവിടെയാണ്? അത് അഹമ്മദാബാദിലെ ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസിലാണ്. 1922 മാർച്ച് 18 മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത് അഹമ്മദാബാദ് ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസിൽ വെച്ചിട്ടാണ്. 1922 മാർച്ച് 18 ഗാന്ധിജിക്ക് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിലെ പ്രോസിക്യൂട്ടർ ആരായിരുന്നു? സർ JT സ്ട്രോങ്മാനാണ്. ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിലെ പ്രോസിക്യൂട്ടർ. ഗാന്ധിജിക്ക് CN ബ്രൂംഫീൽഡ് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിലെ പ്രോസിക്യൂട്ടറാണ് JT സ്ട്രോങ്മാനാണ്. ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ചതാരാ? ലൂയിസ് ഫിഷറിന്റെ ബുക്കാണ് ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. ലൂയിസ് ഫിഷറിന്റെ പുസ്തകമാണ്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുകയോ അവരിൽ ഒരാളാവുകയും ചെയ്തു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ആരുടെയാണ്? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്തവർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തു. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതാ? 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം. അപ്പം പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി തന്റെ ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതിന്റെ ഓർമ്മക്കായിട്ടാണ് 2003 മുതലാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. ഏത് വർഷം മുതലാണ്? 2003 മുതലാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് പങ്കെടുത്ത സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ്. ചമ്പാരൻ ഏത് സ്റ്റേറ്റിലാണ്? ബീഹാറിലുള്ളതാണ്, ചമ്പാരൻ ജില്ലയിലാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് പ്രേരണയായത് ചമ്പാരൻ സ്വദേശിയായ രാജകുമാർ ശുക്ലയാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് പ്രേരണയായതാരാണ്? ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയാണ്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ട ഉടമകൾ
ചൂഷണം ചെയ്തിരുന്നു. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തത് 1918-ലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തത് 1918-ലാണ്. സമരത്തിന്റെ കാരണം വേതന വർധനവ് ആവശ്യപ്പെട്ടതാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം എന്താണ്? വേതന വർധനവ് ആവശ്യപ്പെട്ടതാണ് ഇതിന് സമരത്തിന്റെ കാരണം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയാവുകയും വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു അവരുടെ സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആണ് ഖേദ സമരം. ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ്. ഏത് വർഷമായിരുന്നു? 1918. ഖേദ സമരം 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. ചമ്പാരൻ സത്യാഗ്രഹം 1917-ലാണ്. ഈ ഖേദ സത്യാഗ്രഹത്തിന്റെ കാരണം പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിലെ കർഷകർക്ക് നികുതി അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ടാണ് കർഷകർ സമരം തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് സമരം തുടങ്ങിയത്? നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടാണ് ഖേദയിൽ സമരം തുടങ്ങിയത്. എന്നാൽ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം എന്തായിരുന്നു? അത് വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഖേദ സത്യാഗ്രഹം എന്തായിരുന്നു? നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടാണ് കർഷകർ സമരം തുടങ്ങിയത്. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാനും സർക്കാർ തയ്യാറായില്ല. നെക്സ്റ്റ് പറയുന്നത് ഈ വർഷങ്ങൾ ഒന്നുകൂടി പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വർഷമായിരുന്നു 1917-ലാണ് ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ വർഷം 1918. ഖേദ സത്യാഗ്രഹത്തിന്റെ വർഷമാണെങ്കിൽ 1918-ആണ്. ഇനി ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അത് ബീഹാറിലാണ് ചമ്പാരന്. അഹമ്മദാബാദ് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. ഖേദ സമരം നടന്നത് ഗുജറാത്തിലാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ സമരകാരണം എന്തായിരുന്നു? സമരകാരണം യൂറോപ്യന്മാരായ തോട്ട ഉടമകൾ നീലം കർഷകരെ ചൂഷണം ചെയ്തതാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ സമരകാരണം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണം എന്താ? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധന വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഖേദ സത്യാഗ്രഹത്തിന്റെ കാരണം പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായിട്ടും നികുതി ഇളവ് ലഭിക്കാത്തതിനാൽ ഉണ്ടായിരുന്ന സമരമാണ് ഖേദ സമരം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ. ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരരീതിയും ഇന്ത്യക്കാർക്ക് പരിചിതമായി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നിലപാടും അഹിംസ ഇമ്പോർട്ടൻ്റ് ആണ്. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഇന്ത്യക്കാർക്ക് പരിചിതമായി. ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപരിപാടി. ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപരിപാടി 1916 ഫെബ്രുവരി 4-ന് 1916 ഫെബ്രുവരി 4-ന് നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപരിപാടി. വർഷം ഓർമ്മിക്കണേ, 1916 ഫെബ്രുവരി 4-ന് നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപരിപാടി. ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു ഗാന്ധിജിയെ ക്ഷണിച്ചത്. സദസ്സിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും സമ്പന്നരും സർവകലാശാലയ്ക്ക് സഹായങ്ങൾ നൽകിയവരും ആയിരുന്നു. ഇന്ത്യൻ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വരുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും സദസ്സിലെ സാന്നിധ്യമില്ലായ്മയെക്കുറിച്ചാണ് ഗാന്ധിജി സംസാരിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒന്നാക്കി മാറ്റണം എന്ന തന്റെ ആഗ്രഹത്തിന്റെ വിളംബരമായിരുന്നു ബനാറസിലെ ഗാന്ധിജിയുടെ പ്രസംഗം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ഏതായിരുന്നു? 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോകയുദ്ധം. ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിലുള്ള ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ധാരാളം ഇന്ത്യൻ വിഭവങ്ങൾ യുദ്ധത്തിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് സൈനികർ മരണപ്പെട്ടു. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിൽ എത്തിയത്. ഒന്നുകൂടി പറയാം, ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും. ഒന്നാം ലോക യുദ്ധം നടന്ന കാലഘട്ടം എന്തായിരുന്നു? 1914 മുതൽ 1918 വരെയാണ്.
ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേലെ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായിട്ട് വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണ്ണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ധാരാളം ഇന്ത്യൻ വിഭവങ്ങൾ യുദ്ധത്തിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് സൈനികർ മരണപ്പെട്ടു. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. നെക്സ്റ്റ് പറയുന്നത് അടിച്ചമർത്തലുകൾക്കെതിരെയായ പോരാട്ടം. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഈ നിയമപ്രകാരം വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഈ റൗലറ്റ് നിയമപ്രകാരം വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കമ്മീഷന്റെ നിയമപ്രകാരം തയ്യാറാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. സിഡ്നി റൗലറ്റ് ആക്ട്. റൗലറ്റ് നിയമത്തിന്റെ പ്രധാന വ്യവസ്ഥകളാണ് വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. റൗലറ്റ് നിയമം പൗരാവകാശങ്ങളെ തടയുന്നതായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ റൗലറ്റ് നിയമത്തിനെതിരെ ദേശീയ ഹർത്താൽ ആചരിച്ചത് 1919 ഏപ്രിൽ 6-നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ റൗലറ്റ് നിയമത്തിനെതിരെ ദേശീയ ഹർത്താൽ ആചരിച്ചത് 1919 ഏപ്രിൽ 6-നാണ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രഖ്യാപിച്ച ഹർത്താലിന്റെ പ്രചാരണത്തിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സത്യാഗ്രഹ സഭ. റൗലറ്റ് നിയമത്തിനെതിരെ പ്രഖ്യാപിച്ച ഹർത്താലിന്റെ പ്രചാരണത്തിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സത്യാഗ്രഹ സഭ. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. അപ്പോൾ എന്തായിരുന്നു ദേശീയ ഹർത്താൽ ആചരിച്ച ഡേറ്റ്? 1919 ഏപ്രിൽ 6-നാണ് ഹർത്താൽ ആചരിച്ചത്. അപ്പം ദേശീയ ഹർത്താലിനെ ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു? അത് ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. റൗലറ്റ് ആക്ടിന് നിയമത്തിനെതിരെ സമരം ചെയ്തതിന് ജയിലിലടക്കപ്പെട്ട പഞ്ചാബിലെ നേതാക്കളാണ് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. റൗലറ്റ് ആക്ട് നിയമത്തിനെതിരെ സമരം ചെയ്തതിന് ജയിലിലടക്കപ്പെട്ട പഞ്ചാബിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജാലിയൻവാല ബാഗ്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. അമൃത്സറിലെ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമത്തിനെതിരായ സമരം ചെയ്ത നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം ചേർന്നു. പൊതുയോഗത്തിനെത്തിയവർക്ക് നേരെ വെടിവെപ്പിന് ഉത്തരവിട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെപ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖപ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ജാലിയൻവാല ബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്ന് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരം വളരെ ശക്തമായിരുന്നു. എവിടെയായിരുന്നു? പഞ്ചാബിലും ലാഹോറിലും. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമത്തിനെതിരെ സമരം ചെയ്ത നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചത് അമൃത്സർ ജാലിയൻവാല ബാഗ് മൈതാനത്ത് പൊതുയോഗം ചേർന്നത് ഡേറ്റ് എന്നാണ്? 1919 ഏപ്രിൽ 13-നാണ്. പൊതുയോഗത്തിലെത്തിയവർക്ക് നേരെ വെടിവെപ്പിന് ഉത്തരവിട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ അത് ജനറൽ റെജിനാൾഡ് ഡയറാണ്. ജാലിയൻവാല ബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഏത് കമ്മീഷന്? അത് ഹണ്ടർ കമ്മീഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബഹുജന സമരത്തിലേക്ക്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ സമരങ്ങൾ പ്രധാനമായിട്ടും നഗരമേഖലകളിൽ ആയിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തു.
ഖിലാഫത്ത് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായ കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും സഹോദരൻ ഷൗക്കത്ത് അലിയുമാണ്. നെക്സ്റ്റ് ആണ് നിസ്സഹകരണ പ്രസ്ഥാനം. അക്രമരഹിതമായ നിസ്സഹകരണ സമരത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളാണ് ഖിലാഫത്ത് കമ്മിറ്റി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അക്രമരഹിതമായ നിസ്സഹകരണ സമരത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളാണ് ഖിലാഫത്ത് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. നിസ്സഹകരണ സമരത്തിന്റെ രീതികളാണ് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. എന്തൊക്കെയായിരുന്നു നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ നിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. നിസ്സഹകരണ സമരകാലത്തെ പരിപാടികളാണ് സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക. നിസ്സഹകരണ സമരകാലത്തെ പരിപാടികളായിരുന്നു സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നിസ്സഹകരണ സമരത്തെ കാലത്തെ പരിപാടികളാണ് സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായിട്ട് ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായിട്ട് ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. ഇത്തരം സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിലുണ്ടാക്കി. ഗ്രാമ-നഗര മേഖലകളിലെ സമരം ഒരുപോലെ ശക്തമായിരുന്നു. നിസ്സഹകരണ സമരത്തിലെ അടിസ്ഥാന ആശയങ്ങളാണ് ബഹിഷ്കരണവും നിർമ്മാണാത്മകമായ പ്രവർത്തനവുമാണ് നിസ്സഹകരണ സമരത്തിലെ അടിസ്ഥാന ആശയങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ഹിന്ദു സ്വരാജ് നോക്കാം. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി രചിച്ച 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഇതിൽ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതോ ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്തു. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. അപ്പോൾ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഗാന്ധിജി. ഏത് വർഷമാണ്? 1909. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താ? ഇന്ത്യയുടെ സ്വയം ഭരണം എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് പറയുന്നത് നിസ്സഹകരണ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തമാണ്. നിസ്സഹകരണ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം നോക്കാം. സ്ത്രീകൾ, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. നെക്സ്റ്റ് തൊഴിലാളികളുടെ നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്ക് സമരത്തോട് സഹകരിച്ചു. നിസ്സഹകരണ സമരത്തോടെ തൊഴിലാളികളുടെ പ്രതികരണം സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിന് സഹകരിച്ചു. നെക്സ്റ്റ് വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ അക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെ ദേശീയ വിദ്യാലയങ്ങളാണ് ചേർന്നത്? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നെക്സ്റ്റ് ഗോത്രജനത. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്രജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. കർഷകരാണെങ്കിൽ ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കൃത സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ചണത്തിനു പകരം നെല്ലും കൃഷി ചെയ്യാനുള്ള
തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു. ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അപ്പോൾ നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ. നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ, അലിഗഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നിസ്സഹകരണ സമരം പിൻവലിക്കൽ. ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കാനുണ്ടായ കാരണമാണ് ചൗരി ചൗര സമരം. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെ ചൗരി ചൗര സംഭവം നടന്നത് ഡേറ്റ് എന്താണ്? ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടന്നത്. ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കാനുണ്ടായ കാരണമാണ് ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് മനസ്സിലാക്കി ഗാന്ധിജി സമരം പിൻവലിച്ചു. നിസ്സഹകരണ സമരത്തിന് ശേഷം ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുകയും ചെയ്തത് 1922 മാർച്ച് 18. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം ആണ് ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരമാണ് ചിരാല പെരാല. അപ്പോൾ നിസ്സഹകരണ സമരകാലത്ത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് സാക്ഷ്യം വഹിച്ച നഗരമാണ് ചിരാല പെരാല. ചിരാല പെരാല നഗരത്തിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയാണ് ചിരാല പെരാല നഗരത്തിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല കൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നഗരം ഒഴിഞ്ഞു പോവുകയും 11 മാസക്കാലം മറ്റൊരിടത്ത് താമസിക്കുകയും ചെയ്തു. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. ഓക്കെ, നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരു ഇടത്താണ് കഴിഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകരിച്ച ഡേറ്റ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് CR ദാസും മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിർമ്മാണ സഭകളും ബഹിഷ്കരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇവർ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നാണ് സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം. സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കുക. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ രണ്ട് മഹത് വ്യക്തികളുടെയും കൂടിക്കാഴ്ച 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. അപ്പോൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ്
1925 മാർച്ച് 12-നാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരു ആദ്യ കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം എവിടെയാണ്? വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം. വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്താണ്. രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് എന്നാണ് ഒരു നൂറ്റാണ്ട് തികഞ്ഞ ഡേറ്റ് എന്ന 2025 മാർച്ച് 12-നാണ് ഒരു നൂറ്റാണ്ട് തികഞ്ഞത്. നെക്സ്റ്റ് ആണ് തുടരുന്ന ജനകീയ സമരങ്ങൾ. ചൗരിചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം നിലനിന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. അതിൽപ്പെട്ടതാണ് നെക്സ്റ്റ് റാംബാൽ ലഹള. ഓക്കെ നെക്സ്റ്റ് സെക്ഷനായിട്ട് ചെയ്യാം. താങ്ക്